ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ പെരുന്നാളിലേക്കുള്ള പെരുന്നാളപ്പം ചുട്ടു. അതായത് ഇത് കടലപ്പം എന്നറിയും. നല്ല ടേസ്റ്റുള്ളൊരപ്പമാണ്. പെരുന്നാളപ്പമായിട്ട് ഈ ഒരു അപ്പം മാത്രമേ ഞാൻ ചുട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിൻ്റെ അകത്ത് നട്ട്സ് വെച്ചിട്ട് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ആദ്യം ഇതിൻ്റെ കുരു കളഞ്ഞ് അതിൻ്റെ അകത്തേക്കാണ് കേട്ടോ നട്ട്സ് വെക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട നട്ട്സ് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമും കാഷ്യുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇത് വെച്ച് ഫില്ല് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വെച്ചാൽ മതി. ആ ഒരു ടൈമേ വേണ്ട ഇത് റെഡി ആവാൻ. ഇതൊരു നല്ല ടേസ്റ്റുള്ളൊരു എന്താ പറയുക, ഒരു സ്വീറ്റ് എന്ന് പറയാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റാണ് കേട്ടോ. ഇതാണ് മിൽക്ക് ചോക്ലേറ്റ്. അതുപോലെ തന്നെ ഞാൻ മിലോൻ്റെ വൈറ്റ് ചോക്ലേറ്റും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇതിനെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ 2 ടൈപ്പ് ചോക്ലേറ്റാണ്. അങ്ങനെ മെൽറ്റ് ചെയ്തിട്ടായിട്ട് അതിൽ ടിപ്പ് ചെയ്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ നല്ല അടിപൊളി സെറ്റായി വരും ഇത്. അതിനുശേഷം പിന്നെ മെഹന്തി ഇടുന്ന പരിപാടിയായി. അങ്ങനെ ഓരോരോ ആൾക്കാർ മെഹന്തി ഇടാൻ തുടങ്ങി. ഫസ്റ്റ് ഫാത്തിമയ്ക്കിട്ട്, അവൾ ഉറങ്ങുന്ന നേരത്തെ മെഹന്തി ഇടാൻ പറ്റും. അങ്ങനെ അവൾക്കിട്ട്. അതിന് ശേഷം ബാക്കിയുള്ള എല്ലാവർക്കും മെഹന്തി ഇട്ടെടുത്ത്. വലിയ മെഹന്തി ഇടാൻ അറിയുന്ന ആളൊന്നുമല്ല, എന്നാലും ഇങ്ങനെ തട്ടിക്കൊട്ടി മെഹന്തിയൊക്കെ ഇടാനറിയാം. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളത്തേക്കുള്ള പുഡിങ്ങാണ് കേട്ടോ. റാഫിലോ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങല്ലേ റാഫിലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പുഡിങ് കൂടിയാണ് റാഫിലോ. അങ്ങനെ പുഡിങ്ങിൻ്റെ ട്രേയിൽ ആദ്യം ബ്രെഡ് സെറ്റ് ചെയ്ത് റാഫിലോൻ്റെ ബേസ് ഒഴിച്ച് കൊടുത്തു. അതുകൂടാതെ ഡെസിക്കേറ്റ് കോക്കനട്ടും വൈറ്റ് ചോക്ലേറ്റും ബദാമും ക്രഷ് ചെയ്തതും കൂടിയിട്ട് പുഡിങ് സെറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് നാളത്തേക്കുള്ള ചിക്കൻ ഫ്രൈനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ചെയ്യാറ് ഇങ്ങനെയാണ്. ഫസ്റ്റ് മുളക് പൊടി, അതുകൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ, ഉപ്പ്, ലെമണ്, പിന്നെ ലെമണും കൂടി ആഡ് ചെയ്യും. അതുകൂടാതെ നമ്മൾ പെരിഞ്ചീരകം ഇല്ലേ, പെരിഞ്ചീരകം ആഡ് ചെയ്യും. അതുപോലെ തന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, അതെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യും. ഞാൻ കൈയോടാണ് കേട്ടോ മിക്സ് ചെയ്യല്. എനിക്ക് സ്പൂണിൽ മറ്റുള്ള ഇതിലൊന്നും മിക്സ് ചെയ്തെങ്കിൽ അത്ര പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ നന്നായി കൈ കൊണ്ട് തന്നെ മിക്സ്